ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ എത്തിയിരിക്കുന്ന ഇന്നത്തെ രുചി വൈവിധ്യം തേടിയാണ്. അപ്പം തേടി എത്തിയിരിക്കുന്നത് PJ പ്രിൻസസ് റീജൻസിയിൽ ഇതുണ്ടോ, നല്ല മനോഹരമായ സ്ഥലം. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇദ്ദേഹമാണ് എനിക്ക് ഇന്നത്തെ, അല്ലെങ്കിൽ എനിക്കല്ല, നമുക്കെല്ലാവർക്കും പുതിയൊരു തന്ത്രം, പാചകത്തിലൊരു പുതിയൊരു തന്ത്രം നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് രാജു, ഇവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഷെഫാണ്. അപ്പോൾ ഇദ്ദേഹത്തോടാണ് നമുക്ക് ഇന്ന് ചോദിക്കുന്നത് ഇന്നത്തെ എന്താണ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്ന് എന്താണ് ഷെഫെ നമുക്ക് പറഞ്ഞത്? നമ്മൾ ഓണസദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും എന്നാൽ മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു പ്രത്യേക വിഭവമായ മാങ്ങായും പാവയ്ക്കയും ചേർത്തിട്ടുള്ള പാവയ്ക്ക മാങ്ങ കറി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പാവയ്ക്ക മാങ്ങ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാവയ്ക്ക നല്ല ഫ്രഷ് ആയിട്ടുള്ള പാവയ്ക്ക സ്ലൈസ് ചെയ്ത് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പച്ചമാങ്ങ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നു. കുറച്ച് ഗ്രീൻ ചില്ലീസ്, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കറി ലീവ്സ് ഉണ്ട്, കുറച്ച് ഉള്ളി, സവാള സ്ലൈസ് ചെയ്തിട്ടുണ്ട്, ഇഞ്ചി സ്ലൈസ് ചെയ്തത്, ദെൻ കുറച്ച് റെഡ് ചില്ലീസ്, ദെൻ കടുക്, ഉലുവ, ചില്ലി പൗഡർ, ഇത് മഞ്ഞൾപ്പൊടി ആൻഡ് മല്ലിപ്പൊടി, ജീരകപ്പൊടിയാണത്, ഇത് ഉലുവ, പിന്നെ ഇത് വെളിച്ചെണ്ണ, ഉപ്പ്, ഇത് പിന്നെ നമ്മൾ ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തിരിക്കുന്നു. നമ്മളിത് ചെയ്യുന്നത് കോക്കനട്ട് മിൽക്കാണ്. ഒന്നാം പാലും അത് രണ്ടാം പാലും. പിന്നെ ഇതിന്റെ ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് ജാഗ്രി സിറപ്പ് അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയത്. അതെ, ശർക്കര, മുളക് പൊടി, ഉപ്പ്, ഇതിന്റെയൊക്കെ രുചി എങ്ങനെയായിരിക്കും എന്ന് എന്തായാലും നമുക്ക് നോക്കാം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാര്യം ഇത് തനി നാടൻ വിഭവമാണ്, കേരളത്തിന്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു വിഭവം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ രുചിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്, നമുക്കത് തുടങ്ങാം. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് തനി നാടൻ ഓട്ടുരുളിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വേറെ അല്ലാണ്ട് സ്റ്റീൽ പാത്രമോ മൺകലോ ഒന്നുമല്ല. അപ്പോൾ അതിന്റെ രുചി വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഓട്ടുരുളി എടുത്ത് വെച്ച് കഴിഞ്ഞു, അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുക, തയ്യാറാക്കുക, രുചിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഉരുളി ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവ, ഏകദേശം ഒരു അര ടീസ്പൂൺ ഉലുവ. ആദ്യം ഉലുവ ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ കടുക് ഇടുക. കടുക് ഇതിൻ്റെ അര ടീസ്പൂൺ. അതെ. അതിനുശേഷം 1-2 മുളക്, ഉണക്കമുളക്, വലമ്പിരി മുളക് അല്ലേ, അത് 1-2 മുറിച്ച് ചേർക്കുക. അത് ചേർത്ത് കടുക് പൊട്ടട്ടെ. കടുക് ഒന്ന് പൊട്ടി വരേണ്ട താമസമേ ഉള്ളൂ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുക. കുറച്ച് സവാള അരിഞ്ഞത്. എത്ര സവാള വേണം? ഒരു സവാളയുടെ പകുതി ആയാലും കുഴപ്പമില്ല. അതുപോലെ സവാളയുടെ പകുതി. ഇത് എത്ര പേർക്കുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്? കറിയായിട്ട് കഴിക്കുകയാണെങ്കിൽ 4 പേർക്കും, തൊടുകറിയായിട്ട് സദ്യയിൽ ഉൾമാണെങ്കിൽ ഒരു 15-20 പേർക്ക്. തൊടുകറി എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു ചെറിയ ടീസ്പൂൺ കൊണ്ട് കുത്തി നമ്മൾ ഈ സവാള ഏകദേശം വഴന്നു വരുമ്പോൾ നമ്മൾ പാവയ്ക്ക ചേർക്കാം. സവാള വഴറ്റി അത് ശരിക്കും മൂക്കൊന്നും വേണ്ട, ഒന്നിച്ച് കിടന്ന് ഇത് ചുമക്കും. പച്ചപ്പൊന്ന് വാടിയാൽ മതി അല്ലേ? പാവയ്ക്ക നമ്മൾ നന്നായിട്ട് ചുമപ്പിക്കും. മാക്സിമം ഫ്രഷ് ആയിരിക്കണം. നല്ല ഫ്രഷ് പാവയ്ക്കാണ്, അതിനനുസരിച്ച് രുചിയും കൂടും. അപ്പോൾ പാവയ്ക്ക ഇതുപോലെ കുറച്ച് നേരം വഴറ്റിയിട്ട് 4 മിനിറ്റ് ഈ കളറാകുമ്പോൾ നമുക്ക് മാങ്ങ ചേർക്കാം. അതിലേക്ക് മാങ്ങ കുറച്ച് പഴുത്ത മാങ്ങയാന്ന് തോന്നുന്നു. അതെ, കുറച്ച്, എന്നാലും കുഴപ്പമില്ല. പച്ച മാങ്ങയാണെങ്കിലും രുചി മാങ്ങയാണ് വേണ്ടത്. പച്ച മാങ്ങയാണ് കുറച്ചുകൂടെ രുചി. ചെത്തിപ്പോൾ അല്പം കളർ വ്യത്യാസമുണ്ട്, എന്നാലും മാങ്ങ പച്ച തന്നെയാണ്. അതെ, പച്ച മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ പുളിയും എല്ലാം കൂടും. പാവയ്ക്കയ്ക്ക് ശേഷം മാങ്ങയും ഒരു 2-3 മിനിറ്റ് വഴഞ്ഞതിന് ശേഷം നമുക്ക് മസാല അധികം ഒന്നുമില്ല. ഒരു അര ടീസ്പൂൺ ചില്ലി പൗഡർ, അര ടീസ്പൂൺ, അതെ, 1/4 ടീസ്പൂൺ, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി. വേറെ ഒന്നും വേണം. ഇനി ഇൻഗ്രീഡിയൻസ് വേറെ മസാല ഒന്നും ചേർക്കാനില്ല. ഇത് മാത്രമേ അതിന് മസാല ആയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് ആ ഗ്രീൻ ചില്ലി, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഏകദേശം ഒരു 4-5, കുറച്ചൊരു ചെറിയ പീസ് ഇഞ്ചി, ചെറിയൊരു പിഞ്ച് ഇഞ്ചി നല്ല നീളത്തിലരിഞ്ഞത്, ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം.
അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ, രണ്ടാം പാല്, അതിൽ കുറച്ച് നീട്ടിയെടുത്ത തേങ്ങാപ്പാൽ കുറച്ച് ചേർക്കും, വേവാനുള്ളത്. മസാലപ്പൊടി ഏതൊക്കെ ഇട്ടാന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി ചേർത്തു, അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ കൂടാതെ നീളത്തിൽ അരിഞ്ഞ ഒരു 4-5 പച്ചമുളക് ചേർത്തു. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ തന്നെ ഇതിലേക്ക് രണ്ടാം പാല്, തേങ്ങയുടെ രണ്ടാം പാല് കൂടെ ചേർത്തു. രണ്ടാം പാല് കൂടെ നമ്മൾ ചേർത്തു. ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതൊക്കെ ആവശ്യത്തിന്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഉപ്പ് ചേർക്കേണ്ടത്. ആ ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇതൊന്ന് തിളച്ച് ഒന്ന് വേവട്ടെ, ഇന്ന് ശരിക്കും വേവട്ടെ, മാങ്ങയും പാവയ്ക്കും തിളച്ച് വേവട്ടെ. അതെ അതെ. അപ്പം ഈ ഉപ്പൊക്കെ ചേർക്കുക, അതിനുശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. രണ്ടാമത്തെ തേങ്ങാപ്പാലിൽ അങ്ങനെ മാങ്ങയും പാവയ്ക്കും വെന്ത് നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടണം അല്ലേ? തിളച്ചപ്പോൾ ശരിക്കും ചാറ് കുറുകി വരണം. അതെ, അതിനുശേഷമാണ് അടുത്ത പാല്, ഒന്നാം പാല് ചേർക്കാം. ഒന്നാം പാല് അത് നമ്മൾ രണ്ടാം പാല് ചേർത്ത്. അത് എത്ര മുറി തേങ്ങയുടെയാണ്? അത് ഏകദേശം നമ്മൾ 1 മുറി തേങ്ങയുടെയാണ് പാലെടുത്തത്. കുറച്ച് പാലെടുത്തുള്ളൂ നമ്മൾ. അതിന്റെ ഏകദേശം ഒരു പകുതി ഒഴിച്ചു. അതെ അതെ, അതുകൂടെ ചേർക്കുക. പിന്നെ ഇനി ഒന്ന് സിമ്മർ ചെയ്യുക, അതായത് കുറച്ച് നേരം ഒന്ന് ചെറുതീയിൽ തിളക്കരുത്, പാല് പിരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറുതായിട്ട് ആയി വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. അതിന്റെ കാര്യം എളുപ്പമാണ്. നമ്മളിത് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു സംശയമുണ്ട്, പാവയ്ക്കുള്ള ചേർത്തേക്കണേ. അപ്പോൾ ഇതിന് ഉണ്ടാവില്ലേ, അതിനാണ് നമ്മൾ ഈ ശർക്കര ഉരുക്കിയത് വളരെ കുറച്ച്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ. അപ്പൊ ഇതിന്റെ രുചി ഏതാന്ന് പറയാനായിട്ടാണ് പറ്റാത്തത്. കാര്യം പുളി, മാങ്ങയുടെ പുളിയുണ്ട് അല്ലേ, പാവയ്ക്കയുടെ ഒരു കയ്പ്, പിന്നെ ശർക്കരയുടെ ഒരു മധുരം, പിന്നെ അതിനൊരു മണവും ഗുണവും കിട്ടാൻ വേണ്ടി അല്പം ജീരകം, അത് കൈകൊണ്ട് തന്നെ എടുത്തിടാം. ഒരു പിഞ്ചെന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്ര ഉള്ളൂ. അത് അളവില്ല, അതിന് 1/4 ടീസ്പൂൺ എന്ന് പറയാൻ പറ്റില്ല. ഒരു പിഞ്ച്, ഒരു നുള്ളു വറുത്ത് പൊടിച്ചല്ലേ, വറുത്ത് പൊടിച്ച ജീരകപ്പൊടി നമ്മൾ ഒരു നുള്ളു. കാര്യം അതിന്റെ ഒരു മണത്തിന് രുചിക്കും വേണ്ടി, രുചിയും കൂടെ കൂടുതലായി. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി കഴിയുമ്പോൾ ഇലയിൽ നമുക്ക് വിളമ്പാം. ഇപ്പൊ എന്തായാലും എടുത്ത് വിളമ്പാൻ പറ്റില്ല, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം അല്ലേ? ഇതൊന്ന് തണുക്കണം, ആറിയാലേ അതിന്റെ രുചി യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനായിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. എന്നാ ഇതല്പം രുചിച്ചു നോക്ക്. മതി. കാര്യം തൊടുകറിയാന്ന് പറഞ്ഞില്ല, തൊടുകറിയാണ്. പിന്നെ അതുപോലെ 5 പേർക്കുള്ള ഒരു കുടുംബത്തിനാണെങ്കിൽ ഇത് കറിയായി. അപ്പോൾ ഇന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാം. കുറച്ചൊന്ന് നല്ലപോലെ കുറുകി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് മാങ്ങ, അതുപോലെ തന്നെ പാവയ്ക്ക എല്ലാം ഉണ്ട്. ഇതൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. എങ്ങനെയുണ്ട് മാങ്ങയുടെ പുളിയും പാവയ്ക്കയുടെ കയ്പും? ഇതെങ്ങനെ ഞാൻ ഇതിന്റെ ഒരു രുചി എങ്ങനെ പറഞ്ഞു കൊടുക്കും? പാവയ്ക്കയുടെ കയ്പ്, മാങ്ങയുടെ പുളി, ശർക്കരയുടെ മധുരം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, തൊടുകറിയാക്കാൻ പറ്റില്ല ഇത്. എന്നെ പോലുള്ള ചോറിന്റെ കൂടെ നമുക്ക് സാധാരണ തൊടുകറി ആക്കാൻ പറ്റില്ല. കാര്യം തൊടുകറി എന്ന് പറഞ്ഞാൽ തീർന്നു, കഴിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഇത് പക്ഷേ ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കണം. എന്തായാലും ഇത് മാറ്റി വെച്ചേട്ടെ, എന്നിട്ട് പ്രേക്ഷകർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചേട്ടാ, രാജേട്ടൻ എന്തായാലും സ്പെഷ്യലായിട്ടുള്ള താങ്ക്സ് പറയാം. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ PJ പ്രിൻസസ് റീജൻസിൽ വന്നതിന് ശേഷം നല്ലൊരു തകർപ്പൻ രുചിയാണ് നമുക്ക് കിട്ടിയത്. ഒട്ടുമിക്ക ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു ഈ ഒരു വിഭവത്തിന്റെ. രണ്ട് വ്യത്യസ്തമാണ്, പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറി എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.